മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് പാകമായ ചങ്ങാലിക്കോടൻ വാഴത്തോട്ടം ഒറ്റയാൻ നശിപ്പിച്ചു. ചേലക്കര തോന്നൂർക്കരയിൽ പുലർച്ചെ കാടിറങ്ങി വന്ന ഒറ്റയാന്റെ ആക്രമണം കർഷകന്റെ ജീവിത സ്വപ്നങ്ങൾക്ക് മേലുള്ള ഇരുട്ടടിയായി. 25ഓളം നേന്ത്രവാഴകളും തെങ്ങുകളും റബ്ബർ മരങ്ങളും നശിച്ചതോടെ ഏകദേശം 25,000 രൂപയുടെ നഷ്ടമായി കർഷകൻ പറയുന്നു. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി മാട്ടിങ്ങൽ സ്വദേശി മനപ്പടിക്കൽ അരവിന്ദാക്ഷന്റെ വീടിനോട് ചേർന്നുള്ള 1 ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രി ഇറങ്ങിയിട്ട് 10-25 വാഴോളം, പിന്നെ കവുങ്ങ്, തെങ്ങ് വിളകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഓണത്തിന് വെട്ടാനുള്ള കായാണ്, ഓണത്തിന് വെട്ടേണ്ട കായാണ്. ഓണത്തിന് വെട്ടണ കൊലിക്ക് 1000 രൂപ കിട്ടും. ഇല്ല, ഇന്നലെ രാത്രി ഇവിടെ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരാനയാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. കർഷകരുടെ വീടുകളിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയാണ് കാട്ടാന എത്തിയത്. ഇതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. 1.5 വർഷം കഴിഞ്ഞു, ഏകദേശം 2 വർഷത്തിനടുത്തായി. വിവരം അറിയിച്ചു. പല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്ന് നോക്കലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആനയുടെ ശല്യം, വന്യമൃഗത്തിന്റെ ഏറെക്കുറെ എല്ലാ മൃഗങ്ങളുടെ ശല്യങ്ങളും ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ബാധിക്കുന്നതാണ്. മനസ്സിലായോ? ഒരു കൃഷി ചെയ്തിട്ട് ഉപജീവനം നടത്താൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഇപ്പോൾ കർഷകർ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം നശിച്ചു പോവാ. കുതിരാൻ തുരങ്കം പൂർത്തിയായ ശേഷം മച്ചാട് മലയടിവാരത്തുള്ള ജനവാസ മേഖലയിൽ ആദ്യമായി കാട്ടാന ശല്യം റിപ്പോർട്ട് ചെയ്തത് ഈ പ്രദേശത്താണ്. അതിനുശേഷം വന്യജീവികളുടെ ആക്രമണം ഇവിടെ പതിവായി. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തി. സെൻസിങ്ങിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മണ്ണാത്തി പറഞ്ഞ അങ്ങോട്ട് ഇട്ടത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആന ഇറങ്ങുന്ന സ്ഥലം ഇവിടെയാണ്. ഫെൻസിങ് നല്ല കാര്യമാണ്. പക്ഷേ ആ ഫെൻസിങ്ങിൻ്റെ തുടക്കത്തിലുള്ള അപാകത എന്താ വെച്ച് കഴിഞ്ഞാൽ 3 സൈഡും വനങ്ങളെ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത്. കുറച്ച് മാത്രം ഒരു 10-20 വീട്ടുകാർക്ക് ഭയങ്കര ശല്യമാണ്. ഇത് തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ മണ്ണാത്തിക്കുന്ന ഒരു സൈഡിൽ മാത്രം അവർക്ക് ആനശല്യമുണ്ട്. പക്ഷെ അത് ഇവിടെ ഒരു 5 കിലോമീറ്റർ കൂടി ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് അവസാനിച്ചായിരുന്നു. ഇനി ഇത് അവിടുന്ന് പോയി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇപ്പം എല്ലാറ്റും ഈ സൈഡിലാണ്. ഈ സൈഡിൽ വെച്ചാൽ ഞങ്ങൾക്ക് 3 സൈഡും കാടാണ്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്. കാർഷിക വൃത്തി പ്രധാന ഉപജീവന മാർഗമായ ഈ പ്രദേശത്തെ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതം വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പ്രതിസന്ധിയിലാണ്. വനമേഖലയോട് ചേർന്നുള്ള പലയിടങ്ങളിലും സൌരവൈദ്യുത വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തകർത്ത് ആനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ ഫലപ്രദമല്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രദേശത്ത് സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച സൌരവേലികൾ മാത്രമാണുള്ളത്. അതും കാട്ടാന ശല്യത്തിന് തടസ്സമാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോഴത്തെ ഫെൻസിങ് ചില അപാകത ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന് തൂക്കുവേലി അതാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നും പറയുന്നുണ്ട്. ഞങ്ങളുടെ ഈ വശത്ത് അതാവുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവും. വാഴകളുണ്ട്, ഇവിടെ കവുങ്ങന്തോപ്പുണ്ട്. ഇപ്പൊ അവര് 2-3 ഏക്കറയിൽ ഇപ്പൊ പൈനാപ്പിള് അവിടെ വിളവെടുക്കാനുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ആന ഈ ഭാഗത്തുനിന്ന് പോവില്ല. ഇപ്പൊ ഇവര് ചെയ്യണത് മണ്ണാത്തിപ്പാറ എന്ന് ഫെൻസിങ് വന്നിട്ട് ശരിക്കും വടക്കുമുറി പ്ലാന്റേഷൻ എന്ന് പറയും. ആ ഭാഗത്ത് ചെന്നിട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ശല്യങ്ങൾ കുറയും. ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഇപ്പൊ ഡാം പറഞ്ഞ ഇതിന്റെ അപ്പുറത്താണ് ഡാം. നമുക്ക് ഇവിടുന്ന് നടക്കാൻ ഒരു 20 മിനിറ്റോളം മതി. അപ്പൊ അവിടെയാണ് ഇവരുടെ സങ്കേതം. റൗണ്ട് ഡാം. വാഴ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകന്റെ 1 കൊല്ലത്തെ അധ്വാനമാണ്. ഓണത്തിന് അത് കിട്ടിയിട്ട് വേണം അവരുടെ കുട്ടികൾക്കായാലും മറ്റുള്ള കാര്യങ്ങളും ചെലവുകളും. നമ്മളിത് കാർഷിക ലോണ്, ഗോൾഡ് പണയം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കർഷകർ ഇത് ഇവിടെ ചെയ്തു പോണത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ശല്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വയനാട് വിഷം കഴിച്ച് മരിക്കുക തൂങ്ങി അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്ന് എത്തും. ഇവിടെ എത്തും. മേഖലയിൽ സൌരവൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കണമെന്നാണ് കർഷകരും പ്രദേശവാസികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. കുതിരാൻ തുരങ്കപാത തുറന്നതിന് ശേഷം ചേലക്കര പഞ്ചായത്തിലെ തോണൂർക്കര തൊട്ടേക്കോട് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇന്നിപ്പോൾ തോണൂർക്കരയിലെ തൊട്ടേക്കോട് പടിഞ്ഞാറ്റുമുറി മേഖലയിൽ കാട്ടാന ഇറങ്ങി കർഷകന്റെ സ്വപ്നങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 25-ലധികം വാഴക്കുലകളാണ് ഇന്ന് കാട്ടാന
ഒറ്റ കർഷകന്റെ മാത്രമായി നശിപ്പിച്ചിരിക്കുന്നത്. 25,000-ൽ പരം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നതായി കർഷകർ പറയുന്നത്. ഈ പ്രദേശത്ത് ഫെൻസിംഗ് ഇല്ല. 3 വശത്തും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് എത്രയും പെട്ടെന്ന് കിടങ്ങുകളോ അല്ലെങ്കിൽ സോളാർ തൂക്കുവേലിയോ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. CCVക്ക് വേണ്ടി ക്യാമറാമാൻ വിവിക്സിനൊപ്പം സുമേഷ് അരയമ്പറമ്പിൽ. ന്യൂസ് ഡെസ്ക് CCV.